ഗാന്ധിജിയെ പൂനെയിലെ ഏർവാദ ജയിലാക്കിയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഗാന്ധിജിക്ക് താമസിക്കാനുള്ള മുറിയിൽ ഈർപ്പ സാധ്യത ഉള്ളതുകൊണ്ട് യൂറോപ്യൻ തടവുകാരെ പാർപ്പിക്കാനുള്ള മുറിയിലേക്ക് സൂപ്രണ്ട് ജോൺസ് അദ്ദേഹത്തെ മാറ്റി. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ പഴയ മുറിയിലേക്ക് മാറ്റണമെന്ന് സൂപ്രണ്ടിനോട് ഗാന്ധിജി ആവശ്യപ്പെട്ടു. സർക്കാർ തനിക്ക് അനുവദിച്ച സ്ഥലം സൗകര്യം കുറഞ്ഞ ഇടമായിരിക്കുമെന്നതും യൂറോപ്യൻ തടവുകാർക്കുള്ള മുറിയിലേക്ക് തന്നെ മാറ്റിയത് സൂപ്രണ്ടിനെ ദോഷം ചെയ്യുമെന്നും ഗാന്ധിജിക്ക് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത്. പിന്നീട് ഗാന്ധിജിയുടെ ആശങ്ക ശരിയാണെന്ന് തെളിഞ്ഞു. ഗാന്ധിജിയെ യൂറോപ്യന്മാർക്കുള്ള തടവറിൽ പാർപ്പിച്ചിരുന്നെങ്കിൽ ജോൺസന് ചിലപ്പോൾ ജോലി രാജിവെച്ച് ഒഴിയേണ്ടി വന്നേനെ. അതാണ് ഗാന്ധിജി സഹജീവികളുടെ ഒരു കരുതൽ. അത് ഗാന്ധിജിയുടെ എന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയായിരുന്നു. താൻ മൂലം മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കാൻ പാടില്ല. അത് ചിന്തിച്ചായിരുന്നു ഗാന്ധിജിയുടെ ഓരോ പ്രവർത്തനം നടത്തിയിരുന്ന അദ്ദേഹം. മറ്റുള്ളവർക്ക് എങ്ങനെ പാര പണിയണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ ഒരുപാട് നമുക്കിടയിലില്ലേ? അവർ യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഈ കാര്യം ഓർമ്മിക്കണം. ഗാന്ധിജി ഒരു വെളിച്ചമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ജീവിതത്തിലും അതുപോലെയുള്ള ആളുകളുടെ ജീവിതത്തിലും ഉണ്ടായ നല്ല നല്ല കാര്യങ്ങൾ നമ്മളാരും ഗാന്ധിജിമാരല്ല, നമുക്കൊന്നും അവിടെ എത്താൻ കഴിയത്തുമില്ല. എങ്കിൽ പോലും അദ്ദേഹം അനുശാസിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്കും കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ ആ കാര്യം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടി വെളിച്ചവും.